ഹലോ ഡിയേഴ്സ്. ജിത്തു മാധവൻ എഴുതി ശ്രീജിത്ത് ബാബു സംവിധാനം ചെയ്ത സജിൻ ഗോപു കേന്ദ്ര കഥാപാത്രമായിട്ടെത്തിയ പൈങ്കിളി സിനിമയുടെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ സിനിമ ഒരു മൊത്തത്തിലൊരു പൈങ്കിളി സെറ്റപ്പിലാണ് കഥ തുടങ്ങുന്നതും കഥ മുന്നോട്ട് പുരോഗമിക്കുന്നതും അവസാനിക്കുന്നതുമെല്ലാം ആ ഒരു രീതിയിലാണ്. ഇതിൻ്റെ പാട്ടുകളും ഇതിന് മുന്നോടിയായിട്ടുള്ള ഇതിൻ്റെ വീഡിയോസോ ടീസറോ ഇതൊക്കെ കണ്ടപ്പോഴെല്ലാം നമുക്കിത് ഈ പടത്തിൻ്റെ ഒരു മൂഡ് നമുക്ക് വ്യക്തമായതാണ്. ഒരു വളരെ ഓവർ ദ ടോപ്പായിട്ടുള്ള കുറേ പെർഫോമൻസുകളും ഇപ്പോൾ അതാണല്ലോ ഒരു എനിക്ക് തോന്നുന്നു ജിത്തു മാധവൻ കൂടി എൻ്റെ എഴുത്ത്. ഇപ്പം ഈ ഒരു ഓവർ ദ ടോപ്പ് പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ആവേശത്തിലെ ഒരു ഫഹദ് ഫാസിൽ കൈൻഡ് ഓഫ് പെർഫോമൻസ് ഇപ്പം പല പല സിനിമകളിലും കണ്ടുവരികയാണ്. അതായത് ആ ഒരു ഓവർ ദ ടോപ്പ് പെർഫോമൻസ് എന്ന് പറയുമ്പോൾ അതിനെ കൺവിൻസിങ് ആക്കാൻ എല്ലാവരും ഫഹദ് ഫാസിൽമാരല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ അടുത്ത് കണ്ട എനിക്ക് തോന്നുന്നു ഒരു ജാതി ജാതകം എന്ന് പറയുന്ന ഒരു സിനിമയിലും ആ ഒരു എക്സ്റ്റാജറേറ്റഡ് അല്ലെങ്കിൽ ഒരു ഭയങ്കര നമ്മൾ പറയുന്നത് ഭയങ്കര ഒരു എനർജറ്റിക് ആയിട്ടുള്ള ആ കൈൻഡ് ഓഫ് ഈ പറഞ്ഞ ഒരു ലെവലിൽ വരുന്ന പെർഫോമൻസുകളാണ് വിനീത് ശ്രീനിവാസൻ്റെ ഒക്കെ. അതിൽ മറ്റൊരു പടം കൂടെ എത്തുന്നു എന്നുള്ളതാണ് പൈങ്കിളിയിൽ സജിൻ ഗോപു. ഈ സിനിമ മൊത്തത്തിൽ ഇതിൻ്റെ എല്ലാ ക്യാരക്ടേഴ്സും ഇതിൻ്റെ സ്റ്റോറി പറയുന്ന രീതിയും എല്ലാം തന്നെ ഇത് വളരെ ഒരു ലൈറ്റായിട്ടുള്ള ഒരു ഫീലിൽ മുന്നോട്ട് പോകുന്ന കോമഡി തന്നെ ഉദ്ദേശിച്ച് ചളി കോമഡികൾ എന്നൊക്കെ വേണം പറയാം. നമ്മളിപ്പോൾ നമുക്കറിയാം ചില കോമഡി ഇത് ചളിയാണ്, പക്ഷേ ചില ചളി അത് ചളിയാണെന്ന് പറഞ്ഞ് തന്നെ അവതരിപ്പിക്കുമ്പോൾ ചില ചിരി ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള കോമഡികളും ഇതിനകത്തുണ്ട്. പിന്നെ ചില കോമഡികളൊക്കെ കോമഡി ഉണ്ടാക്കാനായിട്ട് തന്നെ ഉദ്ദേശിച്ച് ചെയ്തേക്കുന്ന കുറേ സീനുകളാണ് എന്നുള്ളൊരു തോന്നലും വരുന്നുണ്ട്. ഇതിനകത്ത് എനിക്ക് തോന്നുന്നൊരു ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫിലൊക്കെ കോമഡികൾ എന്ന് പറയുന്നത് എല്ലാവരും ചിരിക്കുമോ എന്ന് ചോദിച്ചാൽ അറിയില്ല. അത് ഓരോരുത്തരുടെയും ഒരു അഭിരുചി പോലെ ഇരിക്കും. ഞാൻ കണ്ട തിയേറ്ററിൽ ഭയങ്കരമായിട്ട് ചിരിച്ച ഒരു ചേട്ടനും ചേച്ചിയൊക്കെ ഞാൻ കണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ സീനുകളിൽ പലതിലും എനിക്ക് വലിയ ചിരിയൊന്നും തോന്നിയില്ല. അത് ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ്. എന്നാൽ പോലും സിനിമ കുറേ ഭയങ്കരമായിട്ട് മെനക്കെടുന്നുണ്ട് ചിരിപ്പിക്കാനായിട്ട്. അത്തരത്തിലാണ് തോന്നിയത്. ഇതിനകത്തിലെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന നായകൻ സജിൻ ഗോപുവിൻ്റെ പെർഫോമൻസ് തന്നെയാണ്. അയാൾ ഈ പറയുന്നത് അല്ലെങ്കിൽ കാണുന്നത് ഒന്നുമല്ല, ഈ പറഞ്ഞ അമ്പാനൊക്കെ ഒരു ചെറിയ സാമ്പിളാണ് എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് പല സീനുകളിൽ നിന്നും വരുന്നുണ്ട്. വളരെ ഗംഭീരമായിട്ട് ഈ പറയുന്ന രീതിയിൽ ഇതിനെ ഏറെക്കുറെയൊക്കെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യും. എക്സ്പെഷ്യലി ഇതിൻ്റെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഈ പൈങ്കിളി ശരിക്കും പൈങ്കിളി എഴുതി കാണിക്കുന്ന ആ ഒരു പോർഷനൊക്കെ ഉണ്ട്. അപ്പോഴൊക്കെ ഗംഭീരമായി നിന്ന് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. അവിടെ ആ പെർഫോമൻസ് ഒക്കെ കുറച്ച് ടച്ചിങ് ആക്കാൻ പോലും എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ അദ്ദേഹത്തിന് സാധിച്ചു. ഒരു പരിധി എന്നല്ല, അദ്ദേഹം അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇതേപോലെ ശക്തമായ ഇതേപോലെ ഗംഭീരമായ കഥാപാത്രങ്ങൾ, ഇതിനേക്കാൾ ഗംഭീരമായ കഥാപാത്രങ്ങൾ ചെയ്യാൻ കാലിബറുള്ള നടനാണ് പുള്ളി എന്ന് ഈ സിനിമയിലൂടെ പുള്ളി തെളിയിച്ചു. പക്ഷേ ഇതിനകത്തിലെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത് ആ ഒരു റേഞ്ചിലേക്ക് പലപ്പോഴും എത്തുന്നില്ല എന്നാണ് തോന്നിയത്. പിന്നെ ഇതിൻ്റെ ക്യാരക്ടേഴ്സ് പലതും ഈ രീതിയിൽ തന്നെയാണ്, വളരെ വളരെ പൈങ്കിളി ആയിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സ്. ഈവൻ അനശ്വര രാജൻ്റെ ക്യാരക്ടർ പോലും അവരുടെ ഒരു ബിഹേവിയർ അല്ലെങ്കിൽ അതിലൊക്കെ സെറ്റാണ്. ഈ സിനിമ ഇങ്ങനെയാണ് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിൽ അതിനകത്തിൽ വരുന്നുണ്ട്. പക്ഷേ ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് പോലും ചില കാര്യങ്ങൾ ഹ്യൂമർ പലയിടത്തും വർക്കാവുന്നതായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഇതിലെ കാസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ സജിൻ ഗോപു അവതരിപ്പിക്കുന്ന സുഗു എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ കൂടെ സന്തത സഹചാരിയായി നടക്കുന്ന പാച്ചൻ എന്ന് പറയുന്ന ഒരു നല്ല റോള് ഇതിനകത്തിൽ റോഷൻ ഷാനവാസ് എന്ന് പറയുന്ന നമ്മുടെ ആവേശം ഫെയിം പയ്യൻ ചെയ്തിട്ടുണ്ട്. പുള്ളി എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള കുറേ ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ പലരും ഈ ക്രിഞ്ച് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു പൈങ്കിളി മോഡ് ഡെലിബറേറ്റ് ആയിട്ട് ഇതിൻ്റെ അവതരണത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഇയാൾ ഏകദേശം കൺവിൻസിങ് ആയിട്ട് തന്നെ ആ ഒരു പാച്ചൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഏറെക്കുറെ പുള്ളി ചെയ്തിട്ടുണ്ട്. വളരെ കൺവിൻസിങ് ആയിട്ട് വളരെ ത്രൂ ഔട്ട് ഉള്ള ഒരു നല്ലൊരു റോളുമാണ് പുള്ളിക്ക് ഇതിനകത്തിൽ കിട്ടിയിരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ളവരിലേക്ക് വരുമ്പോൾ ഈ സുഖുവിൻ്റെ അയൽവക്കക്കാരിയായ സുമയെ അവതരിപ്പിച്ച ആർട്ടിസ്റ്റ്, അവരും അവരുടെ ഭാഗം അല്ലെങ്കിൽ അവർ ത്രൂ ഔട്ട് അവരുടെ ഒരു മോഡ് എന്താണ് ഈ പറഞ്ഞ ഒരു പൈങ്കിളി മോഡ് തന്നെയാണ്, പൈങ്കിളി ലെവൽ. പക്ഷേ അവരുടെ അവതരണം കാര്യങ്ങളെല്ലാം വളരെ കൺവിൻസിങ് ആയിരുന്നു. പിന്നെ ഇതിനകത്ത് ഒട്ടും ക്രെഡിബിൾ ഇല്ലാത്ത ഒരു ക്യാരക്ടറായിട്ട് തോന്നിയത് ചന്തു സലിംകുമാർ അവതരിപ്പിച്ച ഒരു ക്യാരക്ടറുണ്ട്. അത് എങ്ങനെയൊക്കെ വേണേലും പുള്ളി പോകാം. പുള്ളി ഒരു ദിവസം വഴക്കിടും, പുള്ളി അടുത്ത ദിവസം അടുത്ത് വരും, പുള്ളി അതിൻ്റെ അടുത്ത ദിവസം ചതിക്കും, അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ എന്നാലും എപ്പോഴും കൂടെ ഉണ്ട് എന്നുള്ള രീതിയിൽ അത്തരത്തിലുള്ള ഒരു കഥാപാത്രം. അങ്ങനെ പിന്നെ അബു സലീമിൻ്റെ ഈ മസിൽ വിട്ട് കുറച്ച് കോമഡിയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പലയിടത്തും പുള്ളിയുടെ കോമഡി പലയിടത്തും വർക്കൗട്ട് ആവുന്നുണ്ട്.
അങ്ങനെ ഏറെക്കുറെ കോമഡി അല്ലെങ്കിൽ ഹ്യൂമർ മാത്രം ഉദ്ദേശിച്ച് വളരെ മനക്കെട്ട് ചിരിപ്പിക്കാനായിട്ട് ചെയ്തേക്കുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ് പൈങ്കിളി. ഇതിലെ മ്യൂസിക് ജസ്റ്റിൻ വർഗീസ് ആണ് ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഇതിലെ ഓൾറെഡി ഹിറ്റായ അല്ലെങ്കിൽ നമുക്ക് സിനിമയോടൊരു കാണണം എന്ന് തോന്നിപ്പിച്ച ഇതിന്റെ ഒരു സോങ് തന്നെ ഉണ്ടല്ലോ, ഇതിനെ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന ഒരു സോങ്. ആ സോങ് കേട്ടപ്പോൾ തന്നെ ഇത് ഏകദേശം നമ്മുടെ അമ്പിളി എന്ന് പറയുന്ന സിനിമയിലെ ഞാൻ ജാക്സൺ അല്ലടാ എന്നുള്ള സൗബിൻ സാഗറൊക്കെ ഡാൻസ് ചെയ്ത ഒരു പാട്ടുണ്ടല്ലോ, ആ പാട്ടിൻ്റെ ഏതോ വകയിലുള്ള ഏതോ ഒരു ബന്ധുവായിട്ടാണ് ഈ ഒരു പാട്ടിന് തോന്നിയത്. പിന്നെ ഏറെക്കുറെ ഈ ഒരു മോഡൽ തന്നെയാണ് ഇതിൻ്റെ ഒരു ഫുൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോകുന്നത്. എസ്പെഷ്യലി ഇതിൻ്റെ ആ ഒരു സുഗുവിൻ്റെ ഒരു കിളിപോയ മോഡിലേക്കൊക്കെ പോകുന്ന ആ ഒരു ഏരിയയിലൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അങ്ങനെ മൊത്തത്തിൽ കഥ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അവതരണം എന്ന് പറയുന്നത് ഒരു ഫാസ്റ്റ് ഫോർവേഡ്, പെട്ടെന്ന് തമാശ ഇത് തമാശ ചെയ്തു പോവാം എന്ന് പറയുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ്. പക്ഷേ ഇതിനിടയ്ക്ക് കുറച്ചുകൂടിയൊക്കെ ഇത് ഈ സീനുകളെയൊക്കെ വർക്ക് ചെയ്തിരുന്നെങ്കിൽ ഹ്യൂമർ കുറച്ചുകൂടിയൊക്കെ വർക്കൗട്ട് ആക്കാൻ ഒരുപക്ഷെ പറ്റുമായിരുന്നു എന്ന് തോന്നുന്നു. ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഈ ഹ്യൂമർ പോകുന്നുണ്ടെങ്കിലും ഇന്റർവെല്ലിലേക്ക് വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു ഇതൊരു സീരിയസ് മോഡിലേക്ക് കയറാൻ പോവുകയാണ്, എന്തോ പറയാനായിട്ട് വലിയൊരു വിഷയം കൈകാര്യം ചെയ്യാൻ പോവുകയാണെന്നൊരു തോന്നൽ വരും. അത് തന്നെ ഏകദേശം ക്ലൈമാക്സ് എൻഡിലേക്കും ആ ഒരു രീതിയിലേക്ക് വരും. പക്ഷേ സിനിമ ഒട്ടും സീരിയസ് ആകാനോ അങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കാനോ ഒന്നും തയ്യാറാകുന്നൊന്നുമില്ല. പക്ഷേ ഈ ഒരു ട്രാക്ക് തന്നെ പിടിച്ച് പോകാനേ ഉദ്ദേശമുള്ളൂ എന്ന രീതിയിൽ തന്നെയാണ് സിനിമ മുന്നോട്ട് പോയിരിക്കുന്നത്. നമുക്ക് വാച്ചബിൾ ആയിട്ടുള്ള ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു ആവറേജ് സിനിമ തന്നെയാണ് പൈങ്കിളി. വാച്ച്.